ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. എനിക്ക് ഈ വർഷത്തെ അതായത് 2025 ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അറഫയും അറഫ സംഗമവും അതുപോലെ തന്നെ മുസ്തലിഫയിലെ ആ രാത്രിയിലെ ആ ഒരു സമത്വത്തിലുള്ള ആ ഒരു രാത്രി പങ്കുവെക്കുന്ന കാഴ്ചകളും അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് മനസ്സിൽ. കാരണം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്? കൊട്ടാരത്തിലും അതുപോലെ തന്നെ പണക്കാരുണ്ടാവാം, അതിൽ ചിലപ്പോൾ കുടിലിൽ താമസിച്ചവരുണ്ടാകാം, ചിലപ്പോൾ ഒരുപാട് എന്താ പറയുക ജീവിത അനുഭവങ്ങളുള്ള ആളുകളുണ്ടാവാം, ചിലപ്പോൾ കഷ്ടപ്പെട്ട് ജീവിതത്തെ മുന്നേറിക്കൊണ്ട് പിന്നെ ഒരു നല്ലൊരു ലക്ഷ്യത്തിലെത്തിയ ഒരുപാട് ആളുകളുണ്ടാവാം, ചിലപ്പോൾ പണ്ഡിതനുണ്ടാവാം, ചിലപ്പോൾ പിന്നെ എന്താ പറയുക ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ വെറും ഒരു മുണ്ട് വിരിച്ചുകൊണ്ട് ആ ഒരു മരുഭൂമിയിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞ് ആ കിടക്കുന്നൊരു രംഗം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഹജ്ജ് കർമ്മങ്ങളിൽ സമത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ സാഹോദര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കണ്ടൊരു അനുഭൂതിയായിരുന്നു എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊരു ഹജ്ജ് കർമ്മത്തിലേക്ക് പോകാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരാളെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണ്. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അനുഭവം അതുപോലെ ഒരു അത്ഭുതം കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ പണ്ഡിതനാണെന്നോ അല്ലെങ്കിൽ പിന്നെ പണക്കാരനാണെന്നോ സാധാരണക്കാരനാണെന്നോ അങ്ങനെയൊന്നും ഈ ഒരു ഹജ്ജ് കർമ്മത്തിനില്ല. എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരേ ഡ്രസ്സ്, എല്ലാവരും ഒരുപോലെ പോകണം. അവർക്കൊക്കെ ഇപ്പോൾ ഈ ഹജ്ജിന് വരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ ആയിരിക്കാം. പക്ഷേ അവരൊന്നും എന്താ പറയുക, അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലുള്ള ജീവിതമായിരിക്കും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്നിട്ടും ഒരു ദിവസം ഞങ്ങൾ പരലോകത്തിലേക്ക് പോകേണ്ട ആളുകളാണ് എന്ന് പറഞ്ഞ് ആ ഒരു പരലോകവാസത്തെ അല്ലെങ്കിൽ ആ ഒരു മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അല്ലെങ്കിൽ മരണത്തെ നല്ല രീതിയിൽ സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നല്ല മരണം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നതും അതുപോലെ അവർ ഈ ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും വലിയ പിന്നെ ഒരു വലിയൊരു കർമ്മമാണ് ശരിക്കും പറഞ്ഞാൽ അർഫ സംഗമം എന്ന് പറയുന്നത്. അങ്ങനെ ഈ അർഫ സംഗമമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നും മുസ്തലിഫയിലുള്ള ആ രാത്രി അവിടെ നിന്ന് അവർ താമസിക്കും. അവിടെ ഉറങ്ങുക എന്നതാണ് അവിടുത്തെ ഒരു കർമ്മം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിൽ നീ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മുസ്തലിഫയിൽ ആ രാത്രിയിൽ ഒരു മുണ്ട് വിരിച്ച് കിടന്നുറങ്ങുന്നൊരു രംഗം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അതും പിന്നെ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഞാനിവിടെ വീഡിയോയിൽ വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുപോയി ഞാൻ. അത്രയും സാധാരണക്കാരായി ഒരു ദിവസം നമ്മൾ ഈ മണ്ണിൽ ഉറങ്ങേണ്ട ആളുകളാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ശരിക്കും അപ്പോൾ കേരളത്തിലെ നമ്മളേറ്റവും കൂടുതൽ അറിയുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഇബ്രാഹിം ബുഹാരി തങ്ങളും അതുപോലെ തന്നെ യുപിയിലെ നിയമസഭാ സ്പീക്കറായ UP ഖാദർ സാഹിബൊക്കെ ആ ഒരു മുണ്ട് വിരിച്ചിട്ട് കിടക്കുന്നൊരു കാഴ്ച നിങ്ങൾ കണ്ടു നോക്കൂ. കാരണം ഇതിൽ നിന്ന് നമ്മളൊക്കെ വ്യക്തമാക്കേണ്ടത് മനുഷ്യരാണ്, അല്പ ആയുസേ ഉള്ളൂ. ആ ഉള്ള ആയുസിൽ നമ്മൾ നല്ലത് ചെയ്യുക, നമുക്ക് ഉള്ളതിൽ നിന്ന് ഒരു ചെറിയൊരു വിഹിതം മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ പഠിക്കുന്നത്. കാരണം ഈ രണ്ടുപേരും കൊട്ടാരത്തിൽ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് പിന്നെ അവരൊക്കെ വലിയ വലിയ നിലയിൽ ജീവിക്കുന്ന പണ്ഡിതനാണ്, അതുപോലെ നിയമസഭാ സ്പീക്കറാണ്. അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. നീ എന്താണ്, നിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നൊന്നും അവിടെ ചോദിക്കുന്നില്ല. നീ മനുഷ്യനാണോ? നീ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ച് വന്ന ആളാണോ? അത്രയേ ഉള്ളൂ. ഒരു വെള്ള തുണി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ അവിടെ നിന്ന് ഫുഡ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ പാത്രമൊക്കെ അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ലൈഫ് ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാതെ അഹങ്കാരത്തെയും ഇങ്ങനെയുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തരി അഹങ്കാരം പോലും ആർക്കും വരില്ല. എന്തായാലും ഇങ്ങനെയൊരു വീഡിയോ കണ്ടതിലും ഇങ്ങനെയൊരു വീഡിയോനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയതിലും തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്ക് അറിയുന്നില്ല. ഒരുപാട് എന്തൊക്കെയൊക്കെയോ പറയണമെന്ന് ഞാൻ വിചാരിച്ച് വന്നതാണ് ഈ വീഡിയോൻ്റെ മുന്നിൽ. പക്ഷേ ഹജ്ജിനെയും ഹജ്ജ് കർമ്മത്തെയും
അല്ലെങ്കിൽ ആ ഹജ്ജിൻ്റെ ആ പുണ്യമാക്കപ്പെട്ട ആ ഒരു രാത്രിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് എനിക്ക്. ഇനി തിങ്കളാഴ്ച കൂടിയുണ്ട് ഹജ്ജ് കർമ്മത്തിൻ്റെ അവസാന ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരുമിച്ച് പോവുക. ഒരു മനുഷ്യനെ ഒരു നിമിഷം മതി ഒന്നുമില്ലാതാക്കാനുള്ള ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു മുസ്തലിഫയിലെ ഈ ഒരു രാത്രി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.